ഹലോ, ഇന്ന് ഞങ്ങളൊക്കെ പാടെ വീട്ടിൽ നിന്ന് പുറത്തിയടിക്കാണ് കേട്ടോ. എത്ര വെച്ചിട്ടത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണ്. അങ്ങനെ കുട്ടികളൊക്കെ പെറുക്കി പുറത്തു കൂടെ ഒന്ന് പോകാൻ കരുതി ഇറങ്ങിയതാണ്. വേറെ എവിടെ അല്ല കേട്ടോ, ഞങ്ങളിവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ, അത് കാണാൻ വേണ്ടി പോവാണ്ടോ. ഫസ്മി കുളം കണ്ടിട്ടില്ല പറഞ്ഞിട്ടേ ഇങ്ങനെ പോവല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ ഒരു കായലിപ്പാടുണ്ട് കേട്ടോ, നെല്ലൊക്കെ വളഞ്ഞ് നിൽക്കണ നല്ല മനോഹരമായിട്ടൊരു പാടം. കൂട്ടത്തിൽ അതും കൂടി കാണാലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. തവളല്ല, കുളം കുളം. അപ്പൊ ഇതാണ്ടോ ഞങ്ങൾ കാണാൻ വന്ന കുളം. ആദ്യമൊക്കെ ഇവിടെ വന്നിട്ട് തന്നെ എടുത്തിട്ടോ എല്ലാവരും കുളിക്കും അലക്കും ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ പരിസരത്തും കൂടി ഒരാളില്ല കേട്ടോ. ഇപ്പൊ ഈ കുളം പാലൊക്കെ പൊടിച്ച് ആകെ വൃത്തികേടായി കിടക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊന്നും ആരും തോട്ടുക്കും കുളത്തേക്കും ഒന്നും പോവാറില്ല. ഇപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാവരും ചെയ്യണം. ഞങ്ങളേതായാലും കുളമൊക്കെ കുറേ നേരം അതിന്റെ നാലോരൊക്കെ ചുറ്റി നടന്ന് കണ്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ കുറേ നേരം അവിടേക്ക് ഇരുന്നു കേട്ടോ. പാമ്പുണ്ട് കേട്ടോ. എന്ത് എവിടെയൊക്കെ പാമ്പ് പിന്നെ എന്ത് പാമ്പാണ്? പാമ്പുണ്ടാവും കേട്ടോ. ഉമ്മച്ചിയെ ഒരു വീഡിയോ. കുളം കാണാൻ വന്നിക്കണം. കുളത്തിലാണെങ്കിൽ ഒന്നുമില്ല. പാമ്പ് ഉണ്ടെന്നുള്ളു. മൊബൈലില് പാമ്പുണ്ടോ? വള്ളത്തിൽ പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് കായലിപ്പാടം കാണാൻ പോയിട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മനോഹരമായ സ്ഥലം. ഇത് ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴിയിലാണ് കേട്ടോ. വീട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ കാണുന്നല്ലാതെ ഇതുവരെ ഇവിടെ ഇറങ്ങി കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളെ അടുത്ത് തന്നെ ഇത്രയും നല്ല സ്ഥലം ഉണ്ടാകുമ്പോൾ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ. നെല്ല് കൈലിപ്പാടത്തൊക്കെ അതുണ്ടത് നീയാ ചോട്ടകളെവിടെ? ചോട്ടകൾ ഇങ്ങോട്ടോക്ക്. ഇതിന്റെ ഉള്ളിൽ എന്താ ഇങ്ങോട്ട് നോക്കി. ഇതിന്റെ ഉള്ളിൽ എന്താ വെള്ളം? അത് തെറ്റിപ്പോകാണ്. അടിപൊളിയില്ലേ? ഇനി നടക്ക. നല്ല മറ്റുപിടി കൊണ്ടുവരുക്കാളെ.
അങ്ങനെ ഒരാൾക്ക് വഴി അറിയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയതാണ് കേട്ടോ. പാടത്തിൻ്റെ ആ തലക്കന്നി റോഡ് വരെ ഞങ്ങളെ നടത്തിയിട്ടോ. കുറേ വഴി അറിയാതെ വരമ്പൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാലുകൂടിയും വരമ്പത്ത് കൂടെ ഒക്കെ നടന്നിട്ട് ചെളിയും മണ്ണൊക്കെ ആയിട്ട് ഞങ്ങളെ ചെരുപ്പൊക്കെ പൊട്ടിയിട്ടോ. പിന്നെ മേത്ത് കൂടെ ഒക്കെ നിറച്ച് മണ്ണായിട്ടുണ്ടായിരുന്നു. ഹലോ ഞങ്ങള് ശരി എന്റെ ചെരുപ്പ് കഴുകിയിട്ടില്ല, അത് ആരെങ്കിലും ഇട്ടോ. ഇപ്പൊ ഇങ്ങോട്ട് വാദ്യനെ ഇറങ്ങണെങ്കി ഞാൻ പോട്ടാ. പോയോ? കുപ്പിയിലേ ഓക്സിജൻ കുട്ടിക്കാരെ ചാകട്ടോ. അങ്ങനെ അവിടെ ഒരു ചാലിൽ ഇറങ്ങിയിട്ട് ഞങ്ങളെ കയ്യും കാലൊക്കെ കേക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ പോകുന്നത്. ഇവിടെ വൈകുന്നേരം ആയാലേ കുറേ ആൾക്കാർ വരലുണ്ട് കേട്ടോ. കുറേ ചെക്കന്മാരൊക്കെ വന്നിരുന്ന് വർത്താനം പറയാനും ഫോട്ടോ എടുക്കാനും ഒക്കെ കുറേ ആൾക്കാർ വരലുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടും ആൾക്കാർ വരാറുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ. ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടേ ഈ ചെക്കന്മാർ ഇവിടെ കൂടെ ഒക്കെ പലകി ഇതൊക്കെ അടിച്ചുണ്ടാക്കിക്കുന്നു കേട്ടോ. ഇതിന് രണ്ട് സൈഡിലും ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ വേനലായിട്ടേ കുറേ ചെടിയൊക്കെ പോയിട്ടുണ്ട്, എന്നാലും കുറച്ച് ചെടികളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. മനസ്സിനൊരു സമാധാനം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മള് നടന്നു വന്നത് എവിടുന്ന് അറിയോ മക്കളെ? നടന്നു വന്നതാണ് ഇതാ തലക്കന്ന്. അങ്ങനെ പോന്ന് റബ്ബേ എന്തോ റിസ്ക് എടുത്തിട്ടാണ് അവിടേക്ക് എത്തിക്കണേ. വെറുതെ പ്രാന്ത് പിടിച്ച് നടക്കാൻ ഇറങ്ങിയതാണ്. എന്നിട്ട് ഇതാ മെയിൻ റോഡ് എത്തിക്കണം. ഇപ്പൊ മെയിൻ റോഡ് ചെടികളൊക്കെ കൂടി പോയ മെയിൻ റോഡ് എത്തിയാൽ അവിടെ നിരപ്പാക്കി വണ്ടി 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 വരണ്ടാ. വണ്ടി വണ്ടി നീയാ നമ്മളെ വണ്ടി വരണ്ടാ. ബാക്കൊക്കെ വേണ്ട കൂടെ തന്നെ പോരെ. അങ്ങനെ ഞങ്ങളായിക്കൂടി കുറച്ച് നേരമൊക്കെ നടന്നായിക്കൂടെയൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു പോരുമ്പോഴാണ് കേട്ടോ ആബി വരുന്നത്. ഓൻ കാറും കൊണ്ട് വന്നതോട്ട് ഞങ്ങൾ കഴിച്ചില്ലായിട്ടോ. അങ്ങനെ ഓൻ്റെ കൂടെ കയറി വീട്ടിൽ പോകുന്നു. ഞങ്ങളാണെങ്കിൽ ഒരുപാട് ദൂരം നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് നടക്കാതെ കഴിച്ചിലായി. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.